കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ലൈവിൽ വരുന്നുണ്ട്. കുറേ ആളുകളൊക്കെ കാണുന്നുണ്ട്, അല്ല കേൾക്കുന്നുണ്ട്. കുറച്ചൊക്കെ ആളുകൾ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് പുതിയ സൗഹൃദങ്ങൾ തുടങ്ങാം. അങ്ങനെ കുറേ നേരം സംസാരിക്കും. പിന്നെ പതിവ് പോലെയുള്ള കാര്യമാണല്ലോ, എല്ലാവർക്കും വോയിസ് മാത്രം പോരാ, ഫേസ്, കാഴ്ചകൾ എല്ലാം ആവശ്യമാണ്. തൽക്കാലം അതില്ലാത്തത് കൊണ്ട് പലരും ഒന്ന് എത്തി നോക്കിയിട്ട് ഇതെന്താണ്ട് ഇവിടെ നടക്കുന്നത് എന്ന രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ എന്നെ ആദ്യം മുതലേ അറിയാവുന്ന നമ്മുടെ ഷാഫി ചേട്ടൻ, സുരേഷ് ചേട്ടൻ, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ കേൾക്കും. സുരേഷ് ചേട്ടനെ 2 ദിവസം കൊണ്ട് കാണുന്നില്ല, തിരക്കാണ് എല്ലാവരും. അപ്പോൾ അവരൊക്കെ വന്ന് കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഷാഫി ചേട്ടനാണ്. അപ്പം ആരെങ്കിലുമൊക്കെ ഒരാൾ മതിയല്ലോ അല്ലേ, അത് തന്നെ നമുക്കൊരു ഭാഗ്യമാണ്. അപ്പോൾ അത് അവരോടൊക്കെ ഒരു പ്രത്യേക നന്ദി ഞാൻ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുവഴി ആയിക്കോട്ടെ എന്ന് വിചാരിക്കണം. പിന്നെ നാളെ ഞായറാഴ്ചയാണ് അല്ലേ, അപ്പോൾ ഞായറാഴ്ച എല്ലാവർക്കും കുറേ സ്പെഷ്യലൊക്കെ കാണും. കുറേ പേര് ഇങ്ങനെ ഉറങ്ങുക എന്നുള്ള ഒരു ഇത്. നമ്മുടെ ഒരു കൊച്ചനുണ്ട്, ജോലിയുണ്ട്, ഗവൺമെൻറ് ജോലിയാണ്. അപ്പം അവൻ്റെ അമ്മ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിലിൽ നിന്ന് എണീക്കില്ല, ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് ക്ഷീണം മാറ്റുക, ഈ ഒരാഴ്ചത്തെ ക്ഷീണം മാറ്റുക എന്നുള്ളതാണ് അവൻ്റെ പ്രധാന ജോലി എന്നിങ്ങനെ പറഞ്ഞു. അങ്ങോട്ട് അങ്ങനെ ഒരാഴ്ച അവൻ ഫുൾ ടൈം ജോലിയായിരുന്നല്ലോ, അങ്ങനെ ഒരു ദിവസം അങ്ങ് ആ കിടക്കുക എന്നതിലുള്ള ഒരു സുഖം കണ്ടെത്തുന്നെങ്കിൽ പോട്ടെ, ജോലി ചെയ്തിട്ടല്ലേ കിടക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും അങ്ങനെ. പക്ഷെ ഒരുപറ്റ ആളുകളുണ്ട് അത്രയും ദിവസം ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ജോലി കാണില്ല, പക്ഷേ ഈ ഞായറാഴ്ചയായിരിക്കും സർവത്ര ജോലി. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോകാൻ നിന്നതാണ് ഈ തുണി കഴുകുക എന്നുള്ളത്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് ആ ഒരു വലിയ പ്രയാസമില്ല. പിന്നെ ഈ ഉണക്കിയെടുക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ് ഇപ്പോൾ മഴയായതുകൊണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അയൽക്കൂട്ടത്തിന് പോകുന്നു ഉച്ച കഴിഞ്ഞിട്ട്. പിന്നെ മഴയായതുകൊണ്ട് പുറത്തേക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ ഒന്ന് കുറയുമോ എന്ന് തോന്നുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ മഴ സാധാരണ ഉള്ള രീതിയിലല്ല ആ മഴയുടെ ഒരു പോക്കെന്ന് പറയുന്നത്. പണ്ട് കാലത്ത് എങ്ങനെയാണോ ഈ ഒരു സമയം പൊയ്ക്കൊണ്ടിരുന്നത്, ആ മഴയുടെ ഏകദേശം അതേ രീതിയിലുള്ള മഴയാണ് ഇപ്രാവശ്യത്തെ മഴ. സാധാരണ മഴയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച അങ്ങ് കണ്ടിന്യൂസ് പെയ്ത് തകർത്ത് അങ്ങനെ നിൽക്കും, പിന്നീട് വെയിലായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യത്തെ മഴ അങ്ങനെയല്ല. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ മഴക്കാലം എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അതുപോലാണ് ഇപ്പോഴത്തെ ഒരു രീതി പോകുന്നത്. എന്തായാലും മഴക്കാലം ആസ്വദിക്കുക, വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചൊക്കെ പോവുക. ഓക്കെ.